ഹലോ, ഇന്ന് നമുക്ക് മുട്ടയില്ലാത്ത ഒരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുകിന് പകരം നമ്മുടെ വലിയ ജീരകമില്ലേ, പെരുംജീരകം, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു പൊടിക്ക് ഒന്ന് ചതച്ചെടുത്തിട്ട് ആ എണ്ണയിലേക്കിട്ട് മൂപ്പിക്കാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നല്ല അടിപൊളി സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന, കുറഞ്ഞ ചേരുവയും കുറഞ്ഞ സമയവും കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിനുള്ള കറിയാണ് എഗ്ഗില്ലാത്ത നമ്മുടെ മുട്ടക്കറി. മുട്ട വേണമെങ്കിൽ ആഡ് ചെയ്യാം, മുട്ട ഇല്ലാതെ ആണെങ്കിലും മുട്ടക്കറിയുടെ രുചിയിൽ കഴിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ പെരുംജീരകം നല്ലോണം എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. ഇവിടെ പൊടികൾ ഒരുപാട് ചേർക്കുന്നില്ല, വെളുത്തുള്ളി അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ചേർക്കുന്നില്ല. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ പെരുംജീരകം ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് സബോളയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നല്ലോണം ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല. ഒരുപാട് മസാലകളും പൊടികളും ഒന്നും ചേർക്കാത്തൊരു കറിയാണ്, എന്നാൽ വളരെ ടേസ്റ്റി ഉള്ളൊരു കറിയാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് ഇത് കുറച്ച് നേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പം ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരളവിലുള്ള ഒരു കറിയാണ്. ഇന്ന് ഒരാൾക്ക് മാത്രം മതി കറി, അതുകൊണ്ടാണ് ഇത് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പം നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സബോള ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ആകെ ചേർക്കാൻ പോകുന്നത് കാശ്മീരി മുളക് പൊടിയും കുറച്ചും മഞ്ഞൾപ്പൊടിയും. ഇത് രണ്ട് പൊടികൾ മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുള്ളൂ. വേറെ കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി ഒന്നും, വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ പൊടി ഒന്ന് പച്ചമണം മാറുന്നവരൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാൻ ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു ഭംഗിക്ക് ഒരു ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ട് അത് നല്ലോണം ഒന്ന് വേകാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് തക്കാളി ഒന്ന് വെന്തുടയുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടയില്ലാത്ത മുട്ടക്കറിയാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. കുറച്ച് ചേരുവകൾ മാത്രം മതി, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുട്ടക്കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മുട്ടക്കറി ഇപ്പം തക്കാളിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇത് മുട്ട ഇട്ട് ഉപയോഗിക്കാം, മുട്ട ഇടാതെ ഉപയോഗിക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.